കാരണം ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും മണിക്കൂറാണ്, 24 മണിക്കൂറായി. രേണുകേന്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. ഒരു ദൃശ്യം രേണുക എന്ന് കാണിക്കാവോ? ഒരു ദൃശ്യം കാണിക്കാവോ? MV ജയരാജൻ രാവിലെ ഒരു ദൃശ്യം പുറത്തുവിട്ടു എന്നുള്ള ശരിയാണ്. എനിക്കിതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല വിധത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രവർത്തകരെ മുദ്രാവാക്യം വിളിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി. ഇവിടെ ശ്രീ ഹരീഷ് പോയിന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ശ്രീമതി വീണ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് അവര് നുണ പറയില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസത ആയിക്കോട്ടെ. പക്ഷേ MV ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. അപ്പൊ ഈ കഴുത്ത് പിടിച്ച് തിരിക്കാന്ന് വെച്ചാൽ 1 മിനിറ്റെങ്കിലും വേണ്ടേ? ഈ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? അപ്പം എന്ത് ചെയ്യായിരുന്നു ഈ പോലീസുകാർ? നമ്മുടെ സുരേഷ് കുമാറിന്റെ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ഗോവിന്ദ മാഷ പ്രസ്താവന. ആയിക്കോട്ടെ. അപ്പൊ താങ്കൾ ഇടപെടുന്നില്ല. നേരത്തെ താങ്കൾ ഒരു അസ്വസ്ഥത കാണിച്ചിട്ട് താങ്കൾ എന്റെ ചർച്ചയിൽ ഇടപെടുകയാണ് കേട്ടോ സുരേഷേ. അത് രാവണനാണോ? ഞാൻ മാരീചനാണോ? താങ്കൾ എന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ്. എന്റെ മാത്രം പോലീസ് അല്ല, താങ്കളുടെ സുരേഷ് സംസാരിച്ചോ? ശ്രീകുമാർ പറയൂ, നമുക്ക് സമയം പോകുന്നു. അല്ല, സമയം ഞാനല്ലല്ലോ കളയുന്നേ, ഞാനാണോ കളയുന്നേ? അതായത് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, മന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, വധിക്കാനായിട്ട് ശ്രമിച്ചു, കൊല്ലാനായിട്ട് വന്നു. ഇവിടെ ശ്രീ ഹരീഷ് പറഞ്ഞു ആക്രോശിച്ചുകൊണ്ട് ചെന്നു. മുദ്രാവാക്യം വിളിക്കുന്നത് ജനാധിപത്യത്തിൽ ആക്രോശമായിട്ട് ചിലർ കാണുന്നുണ്ടാകാം, അത് ആക്രോശമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ രേണുക തുടങ്ങിയിട്ട് തന്നെ നിൽക്കുകയാണ്. കൂടുതൽ തെളിവുകൾ CPM പുറത്തുവിട്ടു. നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ ഇന്നലെ ഏതാണ്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു 10-40 വർഷമായിട്ട് പറഞ്ഞ് CPM ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ല എന്നൊരു വാദം താങ്കൾക്കില്ലല്ലോ. MV ജയരാജൻ ദൃശ്യം പുറത്തുവിട്ടു എന്നൊരു വാദം ഉണ്ടല്ലോ. അല്ല, ദൃശ്യമല്ല പുറത്തുവിട്ടത്. ആ ദൃശ്യം നിങ്ങൾ കാണിക്കുക. ദൃശ്യം എന്ന് വെച്ചാൽ അത് ആ ഒറിജിനൽ ദൃശ്യമാണ്, മറ്റുള്ളതൊക്കെ കൂട്ടിച്ചേർക്കുന്നതല്ലേ. പറഞ്ഞോളൂ. അല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ യഥാർത്ഥ ദൃശ്യമല്ല പുറത്തുവിട്ടത്. പുറത്തുവിട്ട ദൃശ്യം എന്താ വെച്ചാൽ ഗൺമാന്റെ ഷർട്ട് കറുപ്പെന്നുള്ളത് അത് വ്യക്തമായിട്ട് ചാനലുകളൊക്കെ പിന്നീട് കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതില്ല. അപ്പൊ നമ്മുടെ